അപ്പൊ നമുക്ക് നോക്കാല്ലേ. ഒരു കാടളകി വരുന്നുണ്ട്. ഒരു ചൂടുള്ള വാർത്ത ഞാൻ ചോർത്തെടുത്തിട്ടുണ്ട്. എന്ത് കാര്യം? ഒരിക്കൽ വിവാദമായി പിന്നീട് പുതുക്കാതിരുന്ന ഹെലികോപ്റ്റർ കരാർ വീണ്ടും അംഗീകരിക്കുകയാണ് സർക്കാർ. അതെ, അത് ഞാനാണ്, ഞാൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇത് എവിടുത്തെ മര്യാദയാണ്? 20 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം രൂപയാണ് ചെലവ്. അധിക മണിക്കൂർ നൽകേണ്ട ചെലവ് 90,000 രൂപ. എന്തെങ്കിലും പൂത്ത പണമുണ്ട്. ഗുഡ്, വെരി ഗുഡ്. മുണ്ട് മുറുക്കി കൊടുക്കാൻ ജനത്തോട് പറഞ്ഞിട്ട് നിങ്ങളെ പറച്ചിലേട്ടാതൊന്നും എനിക്ക് നോട്ടടിയാതൊന്നും എന്റെ കൈ കാശുണ്ടേ തരുമോ? 80 ലക്ഷം രൂപ വാടക വെച്ച് ഹെലികോപ്റ്റർ ഇറക്കേണ്ട സാഹചര്യം എന്താണ് എന്നതിന് മറുപടി ഉണ്ടോ? ഹെലികോപ്റ്റർ മാത്രം ആക്കണ്ട ശ്രീ ഹാഷ്മി, എന്തിനാ ഹെലികോപ്റ്റർ മാത്രം ആക്കുന്നത്? ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ദീപാവലിക്ക് പറത്തിവിടാനായിട്ട് 5-6 റോക്കറ്റുകൾ, മറ്റ് അത്തരത്തിലുള്ള അനുബന്ധ സാധനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമായിട്ട് നമുക്ക് ഹെലികോപ്റ്ററിനെ കണക്കാക്കാം. 23 കോടി രൂപയ്ക്ക് ആനുപാതികമായി സംസ്ഥാന സർക്കാരിന്, സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പവൻ ഹാൻസ് ഹെലികോപ്റ്ററിന് കിട്ടിയ സേവനം എന്താണെന്ന് പറയാമോ ഹർഷ? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ. ഇനി എന്തിനാ നീ സത്യം ഒന്ന് പറയൂ? പറയുന്നത് കേട്ട് ഞെട്ടരുത്. നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആരോഗ്യ രക്ഷാ പ്രവർത്തനം, വ്യോമ നിരീക്ഷണം, തീരദേശ നിരീക്ഷണം. വായും പൊളിച്ചിരുന്നാ മതി. ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. ഒന്ന് ആളി പടരട്ടെ, എന്നാൽ അതിന്റെ ബുദ്ധി ഒന്ന് ഉണരൂ. ഏറ്റവും ചുരുങ്ങിയത് ഈ റോഡിലൂടെ മുഖ്യമന്ത്രിയുടെ 20-30 വാഹന വ്യൂഹം വെച്ചിട്ടുള്ള ഷോയിൽ മനസ്സിൽ തീയും വെച്ചിരിക്കുമ്പോഴാണ് ഓരോരുത്തരെ എഴുന്നള്ളത്ത് നടത്തുന്നത്. വഴിയിലൊന്ന് ക്രോസ് ചെയ്യുവാൻ കഴിയാതെ നിൽക്കുന്ന സ്കൂൾ കുട്ടികൾക്കും അത്യാവശ്യത്തിന് മരുന്ന് വാങ്ങാൻ പുറത്തു പോകുന്ന സാധാരണ മനുഷ്യന്മാർക്കും എന്തായാലും ഇത് ഗുണപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രതിപക്ഷങ്ങൾ ദയവായി നിശബ്ദത പാലിക്കണം. നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പും. ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസും മാധ്യമ സമൂഹവും തയ്യാറാണ്. തോൽവി, വീണ്ടും തോൽവി. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? കേരളത്തിലെ മനുഷ്യരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിലേക്കുള്ള വിവിധങ്ങളായ ഇടപെടലുകളും പദ്ധതികളുമായിട്ട് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങും. 88 ലക്ഷം ആളുകൾക്ക് ഓണക്കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ ആകെ 6 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് കൊടുത്തത്. ഇതിപ്പോ വലിയ ഇടങ്ങേറായല്ലോ. രാഷ്ട്രം പറഞ്ഞല്ലോ ഇവിടെ സംസ്ഥാനത്ത് യാതൊരു വിധമായ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന്. ശരിയാ. സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത സംസ്ഥാനമാണ് എങ്കിൽ എന്തിനാണ് വെള്ളക്കരം വർദ്ധിപ്പിച്ചത്? ഇവരെന്തിനാണ് വൈദ്യുതി കരം വർദ്ധിപ്പിച്ചത്? പെട്രോളിനും ഡീസലിനും നമ്മൾ അധിക സെസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? എന്റെ ഹൃദയം നികുകയാണ്. ഞാൻ വീർപ്പുമുട്ടുകയാണ്. ആ മാപ്പിളോട് കളിക്കണ്ടട്ടാ, അയലൊരു ഈടുമൂടില്ലാത്തവനാ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.